എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം LR ബൊട്ടിക് കൊമ്പടിഞ്ഞാമക്കൽ. ഇന്ന് നമുക്ക് കുറച്ച് നല്ല ഭംഗിയുള്ള ചുരിദാറിന്റെ മെറ്റീരിയലുകൾ കാണാം. ഇതുപോലെ നമുക്ക് എന്തൊരു ഭംഗിയാണ് കാണാനെന്ന്. നമുക്കൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയത്, ഈദിന് ഈസ്റ്ററിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല നല്ല ഷെയ്ഡുകള്. അതുപോലെ തന്നെ ബജറ്റ് റേഞ്ചിൽ വരുന്ന ഒരു സെറ്റ് ഉണ്ട്, പിന്നെ ജോർജറ്റിൽ വരുന്ന ഒരു സെറ്റ് ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. വരുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡില് ഇതുപോലത്തെ ഗോൾഡൻ കളർ ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു വി നെക്കാണ്. അതുപോലെ യോക്കിലും ഇങ്ങനെ തന്നെ ഗോൾഡൻ കളർ ബീഡ്സുകൾ വെച്ചിട്ടുണ്ട്. യോക്കിൽ മാത്രമാണ് ഇതിന്റെ വർക്ക് ഉള്ളത്. ഇതിന്റെ ബാക്ക് സൈഡില് ഇത് ഈ പേപ്പറും കൂടി ഇവര് ഒരുമിച്ച് പേപ്പർ അടിച്ചേക്കണ കാരണം കേട്ടോ. ഇതിന്റെ ബാക്ക് കൂടെ ഞാൻ ഈ ലൈനിങ്ങും കൂടി ഇതിന്റെ കൂടെ, ലൈനിങ് അല്ല, ബോട്ടത്തിനുള്ള തുണിയും കൂടി ഇതിന്റെ കൂടെ ഞാൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മെറ്റീരിയൽ വരുന്നത് കൂടിയ വിചിത്രയാണ്, തീരെ ലോ ക്ലാസ് വിചിത്രയല്ല, കുറച്ച് ക്വാളിറ്റി ഉള്ള കുറച്ചുകൂടി കൂടിയ വിചിത്രയാണ്. അപ്പൊ ഇതിന്റെ യോക്ക് വരുന്നത് ഇതുപോലെയാണ്. ഇതിന്റെ ദുപ്പട്ട വരുന്നത് ബ്ലാക്ക് കളറിൽ തന്നെ ഇങ്ങനെ ഫുള്ളായിട്ടും ഒരു സ്റ്റോൺ വർക്കാണ് വന്നിരിക്കുന്നത്. നല്ല നീളവും വീതിയുള്ളതാട്ടോ. കണ്ടോ? അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ വ്യൂ വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 1349. ഞാൻ തുറക്കുന്നില്ല കേട്ടോ. ഇപ്പൊ വിടർത്തി കാണിച്ച ജെറ്റ് ബ്ലാക്ക് കളറിന്റെ കളർ ചേഞ്ച് ആണ്. ഇത് നല്ലൊരു ഡാർക്ക് കരിഞ്ഞ ഡാർക്ക് മെറൂൺ കളർ ഷെയ്ഡ്. അതില് വി നെക്കാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ ഫുള്ള് ഗോൾഡൻ കളർ ബീഡ്സ് ആണ് വെച്ചിരിക്കുന്നത്. യോക്കിലും ഇതുപോലത്തെ ഗോൾഡൻ കളർ ബീഡ്സ് സ്കാറ്റർ ചെയ്തിരിക്കുന്നു. പിന്നെ ഇതിന്റെയും ദുപ്പട്ട വന്നിരിക്കുന്നത് സ്റ്റോൺ വർക്കിൽ വരുന്ന ദുപ്പട്ടയാണ്. ഇതിന്റെ ലൈനിങ് ബോട്ടം ഇതിന്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഇതുപോലെയാണ്, നല്ല നല്ല മെറ്റീരിയൽ ആണ്, നല്ല കൂടിയ വിചിത്രയിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ ആണ്. ഇത് നമുക്കൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പ്രത്യേകിച്ച് നൈറ്റ് ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ ഇട്ടാല് നമ്മളിങ്ങനെ മിന്നി നിൽക്കും. അപ്പൊ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആണ്, സെറ്റ് ആണിത്. ഇതിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 1349. ഇനി ഇതിന്റെ തന്നെ വേറെ ഒരു ഷെയ്ഡ് കൂടി ഉള്ളതാണ്. ഇതൊരു റെഡിഷ് മെറൂൺ എന്ന് പറയാം. ഇതൊരു റെഡിഷ് മെറൂൺ. നേരത്തെ കാണിച്ചത് ഡാർക്ക് മെറൂൺ. കണ്ടോ? ഇതിന് ഇതുപോലെ തന്നെ ബീഡ്സ് ആണ്, ഗോൾഡൻ കളർ ബീഡ്സ് വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള വർക്കാണ്. നമുക്ക് പാർട്ടിക്കൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ പാറ്റേണിൽ 3 ഷെയ്ഡാണ് ഞാൻ കാണിച്ചത്, ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡും പിന്നെ ഈ 2 ഷെയ്ഡും. അപ്പൊ ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 1349. മെറ്റീരിയൽ വന്നിരിക്കുന്നത് ജോർജറ്റിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ ആണ്. ഫോക്സ് ജോർജറ്റ് അല്ല, അതിനേക്കാൾ കൂടിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജോർജറ്റിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ ആണ്. ഇതില് റൗണ്ട് ആണ് ഇതിന്റെ നെക്ക് വരുന്നത്. അതില് കണ്ടോ, ഇതിലും അത് പഞ്ചാരമുത്ത് എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള 2 ഷെയ്ഡിലുള്ള മുത്തുകളാണ് ഇതിലിങ്ങനെ പിടിപ്പിച്ചിരിക്കുന്നത്. ഇതും നല്ല ഭംഗിയാണ്, നല്ല കൂടിയ ജോർജറ്റ് ആണ്, നല്ല സോഫ്റ്റ് ആണ്. ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡ്. പിന്നെ ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ജോർജറ്റിൽ തന്നെ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ്. ഇതിന്റെ 4 സൈഡും ഇതുപോലെ സ്കാലപ്പ് ബോർഡറും അതുപോലെ ഒരു ചെറിയ ഒരു 0 സീക്വൻസും ആണ് ഇതിൽ പിടിപ്പിച്ചിരിക്കുന്നത്. ഇതുപോലെയാണ് ഇതിന്റെ വ്യൂ വരുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1650. മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ ആണ്. നല്ലൊരു ചില്ലി റെഡ് അല്ല, ഒരു മെറൂണിന്റെയും കൂടി ഒരു ടിന്റ് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. ഓൾ ഓവർ ബോഡി ഇതുപോലത്തെ ഒരു ചുങ്കിടി പ്രിന്റ് പോലെയാണ് ഇതിൽ പോയിരിക്കുന്നത്. കണ്ടോ? ഇതുപോലെയുള്ള ഒരു ചുങ്കിടി പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് നല്ല മെറ്റീരിയൽ ആണ്, നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടന്റെ മെറ്റീരിയൽ ആണ് ഇതിന്റെ ബോട്ടം. ഇനി ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതുപോലെ അജ്രക്കിന്റെ ഒക്കെ ഒരു ഡിസൈൻ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിന് വന്നിരിക്കുന്നത്. ഇതൊക്കെ നല്ല നീളം വീതിയുള്ള ദുപ്പട്ടകളാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 875, 875. കളർ വന്നിരിക്കുന്നത് നല്ലൊരു വൈൻ ഷെയ്ഡാണ്, ഞാറയ്ക്ക കളർ എന്നൊക്കെ പറയാം. നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. അതില് ഫുള്ളായിട്ട് ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ ചുങ്കിടിയുടെ പ്രിന്റ് ആണ്. ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടന്റെ മെറ്റീരിയൽ ആണ്, പ്ലെയിൻ ആണ്. ഇതൊക്കെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മളുടെ ഈ സമ്മർ സീസണിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള മെറ്റീരിയലുകളാണ്. പിന്നെ ഇതിന്റെ ദുപ്പട്ട എന്ന് പറയുന്നത് അതിനേക്കാൾ ഭംഗിയുള്ള ദുപ്പട്ടയാണ്.
ഫുള്ളായിട്ട് അജ്രക്കിന്റെ പ്രിന്റ് വന്നിരിക്കുന്ന മൽമൽ കോട്ടണിൽ വന്നിരിക്കുന്ന ദുപ്പട്ടകളാണ്. ഇതും അതെ, നല്ല കംഫർട്ടബിൾ ആണ്. ഇതൊക്കെ നല്ല നീളവും വീതി ഉള്ളതാട്ടോ. നല്ല ഒട്ടും വെയിറ്റ് ഇല്ല, ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഒതുങ്ങി കിടക്കുന്ന ദുപ്പട്ടയാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 875, 875. അപ്പോ ഇന്ന് ഈ കാണിച്ച മെറ്റീരിയലിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.